Hey guys, ഇന്ന് നമ്മൾ വല്ലാർപാടത്തേക്ക് കണ്ട ഒരു റൈഡ് വിത്ത് ഫാമിലിയാണ്. യെസ്, വണ്ടിയിൽ എയറേ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ഈ ഒരു സൈഡ് കണ്ട, ഈ ഒരു സൈഡിൽ ഒരു പ്രാവശ്യം പഞ്ചർ കിട്ടിയതാണ് മട്ടാഞ്ചേരി വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു ടയർ എനിക്ക് പേടിയുണ്ട്. അപ്പോൾ പഞ്ചർ ഒട്ടിക്കാൻ വന്ന ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് തേഞ്ഞ് അവിടെ ഇടയ്ക്കിടയ്ക്ക് പഞ്ചർ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു ടെൻഷൻ. കാരണം നമ്മൾ ലോങ് റൈഡ് ഗസ്റ്റിനായിട്ടൊക്കെ പോകുമ്പോൾ പള്ളിയാകാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ ഗായ്സ്, യെസ്, ദൈവമേ. Okay guys, let's go. Okay, മച്ചാമാരെ, it's me Kochi Rider. Let's go to വല്ലാർപാടം ചർച്ച്. ഇവിടെ നിന്ന് 38 മിനിറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ വല്ലാർപാടം ചർച്ചിൽ നിന്ന്. എൻ്റെ വീട് പള്ളുരുത്തിയിലാണ്. ഞാൻ പള്ളുരുത്തിയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ലെറ്റ്സ് ഗോ. പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കോപ്പി റൈറ്റ് സീനാണ്. ഇത് ബാക്കിരിക്കണ്ട് മൊബൈൽ ഇവിടെ വെക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വിഷ്വൽസ് അങ്ങനെ വെച്ചോ. മാതാവ് ആരാടാ വെച്ചെടുക്കണത്? ഗൈസ്, ഇതാണ് നമ്മുടെ സ്വർഗം, പള്ളുരുത്തി. പള്ളുരുത്തി വെളി. പള്ളുരുത്തിലെ പിള്ളേരെ കുറച്ച് അറിയോ? നമ്മുടെ വിഷ്ണുവിൻ്റെ ബേക്കറി കണ്ട, യെസ്, കമല ബേക്കറി. പള്ളുരുത്തിക്കാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരൻ്റെ ബേക്കറി വന്ന് സാധനങ്ങൾ മേടിക്കൂ. കൊച്ചി റൈഡറിൻ്റെ പേര് പറഞ്ഞാൽ മതി. ഇവിടെ വേറൊരു ചെക്ക് ചില്ലി കടയുണ്ട് കേട്ടോ. അപ്പട്ടയാണ് മുടിഞ്ഞ ഡിസ്കൗണ്ടാണ്. എൻ്റെ പേര് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് സാധനം വെറുതെ തരും. അതായത് മരുന്ന് കട, പെട്രോൾ പമ്പ്, അതിൽ നിന്ന് കുറച്ചപ്പുറത്ത് ഒരു 2-3 കടകൾക്കപ്പുറം സീരിയസ് സെറ്റൊക്കെ ഇട്ട് ഇപ്പം കടയൊക്കെ അടച്ചു കൂട്ടിയിരിക്കണ. ഇതിൻ്റെ മുതലാളി ഒരു ചെറ്റയാണ്. ഇത് കണ്ട, ഈ വിഷ്ണുമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ടർബോ മൊബൈൽസ്. ഇതിൻ്റെ മുതലാളിയെ ഇടക്കിടക്ക് കട പൂട്ടിയിടും. ആളൊരു ചെറ്റാണ്, പരമ ചെറ്റ. നിങ്ങൾക്ക് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇതേ കണ്ടോ മുതലാളി. ഇതാണ് മുതലാളി, ടർബോ മുതലാളി. ഇവൻ്റെ കടയാണ്. എൻ്റെ പേര് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സാധനങ്ങൾ കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലൂടെ പവർ ഡ്രൈവ് മാത്രമല്ല കേട്ടോ, എനിക്ക് നല്ല നല്ല ടർബോ കയറി ഗോളടിച്ച്. എല്ലാവരുടെയും ഡ്രൈവിംഗ് വീഡിയോസിൽ സൈലൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മളങ്ങനെയല്ലടാ, നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടൊക്കെ പോവാം. KL-18 മച്ചാൻ പോകുന്നുണ്ട്. ക്യാമറ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി താത്തി വെക്കണോ അല്ലേ, പക്ഷേ ഞാൻ ക്യാപ്പിലാണ് വെച്ചേക്കണത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഹെഡ് സ്ട്രാപ്പ് മേടിച്ചിട്ട് ഒന്നും കൂടി ഇറക്കി വെക്കേണ്ടി വരും. ഹെഡ് സ്ട്രാപ്പ് ഞാൻ ഒരെണ്ണം
ഇതിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫ്ലിപ്പിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് 3 ദിവസം കഴിയുമ്പോൾ വരുള്ളൂ. എന്തായാലും നമുക്ക് നൈസായിട്ടുള്ള വിഷ്വൽസുള്ള എടുക്കാം. ഇപ്പം നമ്മൾ തുടക്കത്തിലാണല്ലോ, ഇപ്പോൾ 2ാമത്തെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യണത്. പഠിച്ച് വന്നോളൂ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓസ്കാർ മേടിച്ചിരിക്കും. ആ ഡയലോഗ് അടിച്ച പൃഥ്വിരാജിൻ്റെ ഫ്ലാറ്റാണ്. പൃഥ്വിരാജ് ആരാ? ശൈവി പിത്തിരാജ്. ശൈവി പൃഥ്വിരാജിനെ പിത്തിരാജ് എന്ന് പറയുന്നത്. ചേട്ടൻ പിത്തിരാജ് പോകണം. നമ്മുടെ ടർബോൻ്റെ കടയുടെ ഫ്രണ്ടിൽ കൂടി കിടക്കുക പൃഥ്വിരാജ് പോകും. അപ്പൊ ചേട്ടൻ പിത്തിരാജ് പോണം. ഞാൻ പിത്തിരാജാ ചേട്ടൻ? പിത്തിരാജില്ല, അപ്പുറത്തെ പിത്തിരാജ് ഇതേ ഒരു ഓടിക്ക് പോകണം. ചില സമയത്ത് BMW, ചില സമയത്ത് ഓടി, പിന്നെ ചില സമയത്ത് റെഡ് കളർ വണ്ടി. അതേത് വണ്ടികളത്? ബ്ലാക്ക് ഇന്നോവ. സീരിയസിറ്റി ഉണ്ടോ? കൊച്ചിൻ കാർണിവലിനോട് അനുബന്ധിച്ചിട്ട സീരിയസിറ്റികളാണ് അതൊക്കെ. അതിൻ്റെ അപ്പുറത്തെ പാലത്തിൽ ചില സീരിയസിറ്റികളൊന്നും കത്തണില്ല കേട്ടോ. അതെന്താ പറ്റിയെന്നറിയില്ല, ചില സ്ഥലത്ത് ഒന്നും കത്തണില്ല കേട്ടോ ഗൈസ്. ഓവറായിട്ട് ഞാൻ അധികം മടിപ്പിടിക്കാനുള്ള പാവൻ ടർബോൻ്റെ കമ്പനീനെ പറ്റി പറഞ്ഞപ്പോൾ അവന് വിഷമമായി. ബസ് ഈസ് കമ്മിങ്. യെസ്, ലെറ്റ്സ് ഗോ. കണ്ട അപ്പൊ ഞാനിതിലെ കൂടി പോവും. ഇയാളെ പൃഥ്വിരാജാണ്. ബാക്കിലൊരു താറ് വരുന്നുണ്ട് കേട്ടോ. 5900. അവിടെ കണ്ട ആ ഓട് പൊളിഞ്ഞിരിക്കണം എന്നാ പറയുക. ഒരു കാറ് അടിച്ച് പറപ്പിച്ച് കയറിയതാ. ഒരെണ്ണം മേടിക്കണ്ടേ നമുക്ക്? എപ്പോൾ മേടിക്കണം? ഇപ്പൊ തന്നെ മേടിക്കണം. ടർബോ മനസ്സ് വെച്ചാൽ സെറ്റാണ്. ഇതാണ് വാതുരുത്തി, നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുല്ലേ, അതിൽ കുറച്ച് സീനൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഇവിടെ പാലത്തിൻ്റെ അവിടെ ഫോർട്ട് കൊച്ചി, കുണ്ടന്നൂർ ആ ഭാഗത്തൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൊച്ചിയൊക്കെ നല്ല രീതിയിൽ കാണാടാ. നിങ്ങൾ പുറത്ത് പോയി വർക്ക് ചെയ്യണവരൊക്കെ ആണെങ്കിൽ, മീൻസ് ദുബായ്, ഒമാൻ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എനിക്ക് മെസ്സേജൊക്കെ അയക്കാറുണ്ട് കുറേ മച്ചാന്മാരൊക്കെ. അപ്പം എല്ലാവർക്കും കൊച്ചി നാട് മിസ് ചെയ്യണവർക്കൊക്കെ എൻ്റെ വീഡിയോ ഇരുന്ന് കണ്ടാൽ മതി. നിങ്ങളെ ഞാൻ എല്ലാ സ്ഥലങ്ങളും കാണിച്ചിരിക്കും, എല്ലാ ഇടവഴികളിലൂടെയും ഞാൻ പോയിരിക്കും. ടാക്സി വണ്ടിയാണ്. ഇപ്പൊ കൂളായില്ലേ, ഇനി നമുക്ക് കുറച്ചിടാം. തലയൊക്കെ പുറത്തിട്ട് നോക്കണ്ട്. ഇതുസേ അവൻ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിറ്റായിരിക്കോട്ടെ ശരി. ആ വീഡിയോ ഒന്നും ചെയ്യിപ്പിക്കും.
സോൾഡ് ആവും. ഒരു 1.5 വയസ്സൊക്കെ ആകുമ്പോൾ സംസാരിക്കാൻ തുടങ്ങൂലേ ഇത് അമ്മേ? 1.5 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ വേറെ ടീമായിരിക്കും കൊടുക്കുന്നത്. എയ്തനൊക്കെ ഇരി കൊടുക്കണം. ആ വേക്കെന്ന് പറഞ്ഞേട്ടാ. ആ സെറ്റാക്കി തരാം. നല്ല തിരക്കാണ്ട്. എല്ലാവരും ഫോർട്ട് കൊച്ചി കാണാൻ വേണ്ടി വന്നേക്കാണ്. ഫോർട്ട് കൊച്ചി ഭയങ്കര തിരക്കാണ് ഇപ്രാവശ്യം. പപ്പാനെ കത്തിക്കൂലെന്നൊക്കെ പറയണത്. വളരെ 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 ശോകമാണ്, ദയനീയമായ അവസ്ഥയാണ്. എന്തായാലും കൊച്ചിയിലുള്ള പിള്ളേരെല്ലാം പുറത്ത് എല്ലാ മലമേലിലൊക്കെ പോയിട്ട് ചവിട്ടിത്തുള്ളലായിരിക്കും. ആ വൈപ്പില്ലല്ലേ? ചെറുക്കൽ ഇന്നലെ ആയിരുന്നു. ബൈക്ക് റേസ് ഉണ്ടായിരുന്നു ഗൈസ്. നമുക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് അതൊക്കെ ഒന്ന് വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നോ ടൈം. ഭയങ്കര തിരക്കായിരുന്നു. പൈപ്പില് മിനിഞ്ഞാന്നായിരുന്നു നാളെ 26-ാം തീയതി അങ്ങോട്ട് വരുന്നു. പക്ഷെ ഇപ്പൊക്കെ കിടക്കണ്ട്. അവിടെ നിന്ന് വന്നവരുടെ ഫേസ് ഒക്കെ ഇരിക്കണല്ലോ. അല്ലെ വെളിച്ചടിച്ചിട്ട് വെയിലടിച്ചിട്ട് ഭയങ്കര സീനാണ് ഈ സമയത്ത്. ഇതിലേക്ക് കൂടി വരുമ്പോൾ ഭയങ്കര അല്ലടാ ഫേസിലേക്ക് ഭയങ്കര ഭയങ്കര ഇതാണ്. മറ്റേ സൂര്യൻ അടിച്ചിട്ടേ. ആ ശരിക്കും പറഞ്ഞാൽ അത് നോക്കി ഇങ്ങോട്ട് ഓടിച്ചില്ലെങ്കിൽ പണിയാ. പുറത്തേക്ക് ഇത് കയറി വേണേടാ മച്ചാൻ. ചറ്റ് വണ്ടിയാണ്. നമ്പർ പ്ലേറ്റ് L42T2713. പറവൂരല്ലേ? മീൻ വണ്ടിയാണ്. മീൻ വണ്ടിയാണ്. കൊച്ചി ഹാർബറിൽ വന്നിട്ട് പോള സീനാണ്. തേവര പോലീസ് സ്റ്റേഷൻ, ടൗൺ പോലീസ് സ്റ്റേഷൻ. 7003 KL14 6 7003. നമ്മ KL43 6 3008. കാർ ഇറക്കി ഈ ഷോറൂമിൽ നിന്നാണ്. നിങ്ങൾക്ക് കാർ ഇറക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കമ്പനിക്കാരനെ ഇടാം, ഷോറൂമിൽ ഇരിക്കുന്നുണ്ട്. അവരെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾ എന്നെ വാട്സപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. നമ്മുടെ പിള്ളേർക്കൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ എറണാകുളം ബേസ് ആയിട്ടുള്ള അവൻ എടപ്പള്ളിയിലുള്ള ഒരു ഷോറൂമിലാണ് നിൽക്കണം കേട്ടോ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് സംസാരിച്ചായിരുന്നു. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ആർക്കെങ്കിലും വണ്ടിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യും ബ്രോ, ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. എബി മച്ചാൻ, എബി ഫ്രം എടപ്പള്ളി. അപ്പോൾ അവനെ കോണ്ടാക്ട് ചെയ്താൽ മതി. അവൻ്റെ കോണ്ടാക്ട് നമ്പർ നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പിൽ, ഞാൻ സെൻഡ് ചെയ്ത് തരാം. നല്ല രീതിയിൽ ഡിസ്കൗണ്ടൊക്കെ സെറ്റാക്കി മേടിക്കാൻ പറ്റും. നല്ല മച്ചാനാണ്. മാരുതിയുടെ ഷോറൂമിലുണ്ടായിരിക്കുന്നത്. അതായത് വാഗനർ, ഡിസയർ, ആൾട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ടാക്സി വണ്ടികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അവനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ബാക്കി അവൻ പറഞ്ഞാലും കേസ് വേറെ ഒന്നും എനിക്കറിയില്ല. ഈ വഴീന് നേരെ പോയി കഴിഞ്ഞാൽ ഒരു അറ്റം വരെ, MG റോഡ് അറ്റം വരെ എത്തണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 8-9 സിഗ്നൽ എന്തുകൊണ്ട്. ഈ സിഗ്നലൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വഴി കൂടി കയറി നേരെ പോയാൽ മതി. വല്ലാറോടത്തേക്ക് പോകുമ്പോൾ ഇത് തന്നെ നമുക്ക് എളുപ്പം. പിന്നെ അവിടെ ചിലപ്പോൾ ചില സമയത്ത് ബ്ലോക്ക് ഉണ്ടാവും, അപ്പോൾ ട്രാപ്പായി പോകും.
Somebody is calling. Siddhi, brother. Take the call. Hey bro. കട്ടാക്കിയ എടുക്കാറുന്നില്ലേ? രജിസ്ട്രേഷൻ വണ്ടിയാണ്. ആ സൈലൻസറിൻ്റെ സൗണ്ട് കേട്ടോ എനിക്ക് മനസ്സിലായി. കൊച്ചിയിൽ ആ സൗണ്ടൊക്കെ വെച്ച് പിള്ളേർ ഓടിക്കും, പക്ഷെ MVD ഓടിക്കും. നല്ല സൗണ്ട് ഉണ്ടല്ലേ, ആറ്റ സാധനം എന്താ വെച്ചാണ്. സമയം 5:15 നമുക്കിന്ന് വല്ലാർപാടത്ത് പോകണമെന്ന് പറഞ്ഞു. സോ ഞങ്ങൾ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പോകാൻ ചാൻസ് ഇല്ല. അപ്പേ എല്ലാവരോടത്ത് പോയിട്ട് പോവാന്ന്. ആ വണ്ടിയുടെ ബാക്കിൽ ഒട്ടിച്ചേക്കണുണ്ടോ മറ്റേ കാട്. ടർബോ ഇറക്കാൻ തൂങ്ങിയിരിക്കണേ. എന്താണത്? നീ എന്താടി ഇങ്ങനെ കിടന്ന് പെറുപിറുക്കണത്? ഭയങ്കര വിളിച്ചോളാം. ഇവിടെ ഞാൻ വീഡിയോ എടുക്കണോണ്ട് മിണ്ടാതിരിക്കണ. ശരിക്കും ഇങ്ങനെ ഡ്രൈവ് ചെയ്യണവരെ സമ്മതിക്കണം. അടുത്തിരിക്കുന്ന ആൾക്കാർ മിണ്ടി കഴിഞ്ഞാൽ കല 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 തോന്നണേ. ആക്ച്വലി നൈസാണ്ടത്. ആ വൈഡ് ആംഗിളിലൊക്കെ ഈ റൈഡിങ് വിഷ്വല് നല്ല രസമാണ് കാണാൻ. ഞാൻ ഇന്ന് ഓടാൻ ഇറങ്ങിയിട്ടില്ല കേസ്. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഷൂട്ടിംഗ് ആണോ? പൃഥ്വിരാജ് അറിയോ? പൃഥ്വിരാജ് അറിയോ? പറയാൻ പറ്റണ്ട. ഷോർട്ട് ഫിലിം എന്നല്ല, വേറെ എന്തോ ഫിലിമാണ്. അവിടെ എന്തോ ഷൂട്ടിങ് നടക്കണ കേസ്. ഞാൻ സത്യത്തിൽ ഇങ്ങനെ ഒറ്റക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പാട്ടൊക്കെ പാടിട്ട് പോണത്. ഞാൻ ഇടയ്ക്ക് ക്യാമറ തലയുള്ള കാര്യം വിട്ടു. നീ അതാണല്ലോ നോക്കി ചിരിച്ചത്. ഞാൻ വിട്ടോളാം. എൻ്റെ പാട്ടൊക്കെ കേട്ട് ഇനി ആൾക്കാർ കിടന്നുറങ്ങാൻ ചാൻസ് ഉണ്ട്. പച്ച ബുള്ളറ്റ്. ആ ഇവിടെ സീരിയസ് ആയിട്ട് കിട്ടില്ല.
ക്രിസ്മസിന് വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടാ നമ്മുടെ സുഭാഷ് പാർക്കിൽ സീരിയസ് ആയിട്ട്. ഇപ്പം എനിക്ക് തോന്നുന്നത് ന്യൂ ഇയറിനോട് സംബന്ധിച്ചാണ് ഇടണം കേട്ടാ. ഫോർട്ട് കൊച്ചിയിലൊക്കെ അത്രയും ഡെക്കറേറ്റ് ചെയ്തിട്ട് പപ്പാനെ കത്തിക്കില്ലെന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒക്കെ പറ്റുമോ? എന്ത് ശോഭമാണ്. അല്ലാതെ കാർണിവല് 2-ാം തീയതിയിലോട്ട് മാറ്റി എന്നൊക്കെ പറയണ്ടല്ലോ. എന്തൊക്കെയാണ് നടക്കണത് എനിക്കൊന്നും മനസ്സിലാകണല്ലോ. എന്താ സംഭവിച്ചേക്കണെന്നൊന്നും എനിക്കറിയില്ല. ദുഃഖാചരണമാണോ? ആ ദുഃഖാചരണം ആയതുകൊണ്ടാന്നൊക്കെ പറയണ്ടേ. അതെന്താണ് അങ്ങനെ വന്നത്? എന്താ സംഭവിച്ചേക്കണെന്ന് അറിയില്ല ഗൈസ്. എനിക്കതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് ഞാൻ അധികം പറയാനുള്ള. ഇങ്ങനെ ഞാൻ ന്യൂസ് കേട്ടെന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. ജനറൽ ഹോസ്പിറ്റലിൽ അവിടെ എത്തിയിരിക്കുന്നു. സുഭാഷ് പാർക്കിലൊക്കെ നിറച്ച ആൾക്കാരുണ്ടോ ആഘോഷിക്കാൻ വന്നേക്കാണ്. ഇതിന് മേടിച്ചു കൊടുത്തിട്ട് 10 മിനിറ്റ് കൊണ്ട് പൊട്ടിച്ച സാധനമല്ലേ ഇതിന് സാധനമൊന്നും മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. അവനെല്ലാം അപ്പം തന്നെ അടിച്ചു പൊട്ടിച്ചത്. എന്താണപ്പം അവനിങ്ങനെ കോമഡി കാണിക്കാൻ അവിടെ ബ്ലോക്കാണ്. ബ്ലോക്ക് ഭയങ്കര ബ്ലോക്കാണ്. KL32Q3401. അയ്യോ ബാക്കിലൊരു സാധനം വന്ന് കയറിക്കണോക്കെ. റോങ് സൈഡ് ബസ്സാണ്. ബസ് പൊന്നു മച്ചാന്മാരെ ഇതെന്താണത്? പിന്നെ ഞാനും റോങ് സൈഡായല്ല. എന്താണ് ഇവിടെ സംഭവിക്കണത്? തിരക്കാണ് ഇവിടെ. ബ്ലോക്കാണ്. ഒരു മച്ചാൻ നോക്കി. എൻ്റെ പൊന്നെ ഞാൻ വിചാരിച്ച അവൻ എൻ്റെ ബാക്കും കൊണ്ട് പോയിന്നു. പവിത്രം. എനിക്കൊന്നുമില്ല. എനിക്കെല്ലാം പുല്ലാണെന്ന് പറഞ്ഞത്. ഇത്ര തിരക്കുള്ള സ്ഥലത്ത് ഒന്നേ ഇത് റിസ്ക്കാണ്. നല്ല ബ്ലോക്ക് ഉണ്ടാവും. മച്ചാൻ പവിത്രം ചേട്ടനോ ബസ്സിന്റെ പുറകെ എന്ത് പോക്കാണോ പോയത്. ചെറ്റിട്ടാ പോയത്. മറ്റേ സാധനമൊക്കെ ഇട്ട് BGM ഒക്കെ ഇട്ടിട്ട് KGF-ല ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ആടാ ഇതാണ് സുഭാഷ് പാർക്കിലെ തിരക്ക്. ബസ് അവിടെ വെറുതെ ഇട്ടേക്കാണ്. ആള് കയറിയിട്ട് ആളൊന്നും കയറണമെന്നില്ല. വെറുതെ കിടക്കാൻ. പക്ഷെ ബ്ലോക്കാണ്. എല്ലാവരും ആ ബസ്സിൻ്റെ പുറകിൽ ഇങ്ങനെ ക്യൂ നിൽക്കും. ആ ലോക്ക് ആരെയോ ലോക്കാക്കാൻ വേണ്ടി പോകണ്ടോ. ലോക്ക് അവിടെ ബ്ലോക്കായി. അതുകൊണ്ട് ലോക്കാക്കാൻ ഇനി ആ വഴി കൂടി വിടും. അപ്പം എമർജൻസിക്ക് ജനറൽ ഹോസ്പിറ്റലിൽ പോകണവർ കറങ്ങി പോകണം. അതൊക്കെയാണ് സംഭവങ്ങൾ. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? പോലീസുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോലീസുകാർ അല്ലേ അവങ്ങൾ അവര് രാത്രിയൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കണാരാ നോക്കണ്ടേ. അതൊക്കെ നമ്മുടെ ടർബോ. ഇന്ന് എന്താ ഞായറാഴ്ചയാണ്. വെറുതെ ഇത്ര തിരക്കിട്ടാ. സെറ്റ്. അങ്ങനെ നമ്മൾ പെൻറ്റാമേനകയിൽ എത്തിയിരിക്കുകയാണ്. പെൻറ്റാമേനകയിലെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെൻറ്റാമേനകയിലെ തിരക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര സീനാണ്. നല്ല ബ്ലോക്കാണ്. ചീത്ത ബ്ലോക്ക്. കണ്ട സൺഡേ അല്ലേ? സൺഡേ ഹോളിഡേ ആണ്. അതിൻ്റെ ഇറക്കാം.
വണ്ടി കയറുന്നവരെ നമ്മൾ ഇവിടെ കിടക്കണം. പവിത്രം ബസ്സിന് ലോക്കായിട്ടാ. ഇനി ഞാനിങ്ങനെ കുത്തിക്കയറ്റും. Hey, do. Why? What do I? Oh my God, what is this? എന്നാ തിരക്കാളാ പോയി. എൻ്റെ പൊന്നെ, നമുക്ക് ജങ്കാറ് കയറി വന്നാൽ തീർന്നിട്ടാ. ഇത്ര മണി കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ ആ ബ്ലോക്കെല്ലാം താണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു. പവിത്രം ബസ് നമ്മളെ വിട്ട് പോയിട്ടില്ലടാ. ഞാൻ ആ ബസ്സിൻ്റെ പുറകെ തന്നെ വന്നു ഇവിടെ എത്തിയിട്ടാ. അതായത് നമ്മുടെ ഹൈക്കോർട്ടിനോടെ എത്തി. ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് പോകുന്നു. യെസ്, ലൈക്ക് വെരി ബ്ലോക്കാണ് ഇന്നത്തെ ദിവസം. ഇന്നൊക്കെ ഇതാണ് ഊബർ. ഈ 1-ാം തീയതി 2-ാം തീയതി കഴിയണവരെ നല്ല ഓട്ടം ഉണ്ട്. പക്ഷെ ഈ ബ്ലോക്കിൽ കിടക്കേണ്ടി വരും. ബ്ലോക്കിൽ ഇങ്ങനെ കിടന്ന് ഓടിക്കേണ്ടി വരും. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് കിടക്കണ അതിൽ കിടക്കണ ടൂർ വന്നിട്ടേ. ഇങ്ങോട്ട് നോക്കടാ. അമ്മ ഇന്ത്യയാണല്ല. അറ്റം വരെ ബ്ലോക്കാണോ? മൈ ഗോഡ്. അതിട്ട് മേടിച്ചാൽ നിങ്ങൾ മേടിച്ചോ വെച്ചോ. അവനതൊക്കെ ഇട്ട് ഒരച്ച് വെറുതെ നശിപ്പിച്ചാളെ. ഞാൻ സ്മോൾ കിഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം നശിപ്പിക്കും. അതാണ് എൻ്റെ പൊന്നെ. കേരള സ്റ്റേറ്റ് 140. നമ്മളിപ്പോൾ അവിടുത്തെ പാലത്തിലേക്ക് കയറിയിട. അതായത് മോൾഗാട്ടി ഹയാത്തിലേക്ക് പോണ പാലമില്ലേ? എന്താണ് ഈ പാലത്തിൻ്റെ പേര്? എന്താ? ബെസ്റ്റ്. ഇതിൻ്റെ വെള്ളിൽ നിന്നാണ് ചാടി. എടാ, വാട്ടർ മെട്രോ ഇരിക്കണ എവിടെയാന്ന് നോക്കിയേ. ഞാൻ ഇവിടുത്തെ വാട്ടർ മെട്രോ കണ്ടിട്ടില്ല. അതല്ലേ വാട്ടർ മെട്രോ? ആ ബിൽഡിങ്ങിന്റെ പുറകിലാണല്ലേ? നീ കയറിയിട്ടുണ്ടാ? ആ, കൊച്ചിയിലുള്ള ആരും കയറിയിട്ടുണ്ടാവൂല. എവിടെ മറ്റേ ബസ് ഇറക്കുന്ന അയാളങ്ങനെ. ഞാനിവിടെ ഇടയ്ക്ക് ഡ്രോപ്പ് ഇടാൻ വേണ്ടി ഒരാളല്ലേ. എൻ്റെ റോറോ സർവീസ് ഇല്ലേ നമ്മുടെ പൈപ്പിനിന്ന്. ഉല്ലാസയാത്ര ഉള്ളത് ആ 2 വണ്ടിയിൽ ഉല്ലാസയാത്ര എന്നൊക്കെ KSRTC ബസ്സുകളൊക്കെ ഉണ്ട് 2. എൻ്റെ അമ്മോ, എന്നാ ബ്ലോക്കാണ്.
ഇഷ്ടം ബ്ലോക്കാണ് എറണാകുളത്തെ കാഴ്ച കാണാൻ. ഇന്ന് 29-ാം തീയതി ആയിട്ട് ഇത്ര ബ്ലോക്ക്. 31-ാം തീയതി ഒന്നും ഇവിടെ അടുക്കാൻ പറ്റില്ല. ഞാൻ വണ്ടി പുറത്തേക്ക് ഇറക്കൂല, ലോക്കായി പോവും. 31-ാം തീയതി ആരും ഓടാൻ ചാൻസ് ഇല്ലടാ. അറിയാവുന്നവര് ഓടൂല, അറിയാത്തവര് ഓടിക്കഴിഞ്ഞാൽ പെട്ടും പോവും. 200 രൂപയുടെ ട്രിപ്പിന് 8 മണിക്കൂർ കിടക്കേണ്ട അവസ്ഥ വരും. യെസ്, ഇത്ര നേരം കൊണ്ടായിട്ട് ഇപ്പോഴാണ് വണ്ടി ഓടിച്ചത്. അയ്യോ ഇപ്പൊ വെള്ളത്തിൽ നീക്കാണ്ട ചെക്കേണ്ട മോനെ. പിടിച്ചിരുന്നോട്ടോ. അങ്ങനെ വല്ലാർപാടും പള്ളി എത്തിയിരിക്കുന്നു.
ഗൈസ് അപ്പോൾ ബൈ ടാ, അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ്.